ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന്. വേറെ ഒന്നുമല്ല, നമ്മളെ ആനിവേഴ്സറിയാണ്. അപ്പം ഞാൻ വരുമ്പോൾ ബസ്സെന്ന് വിചാരിച്ച് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. കുറച്ച് ബലൂൺസൊക്കെ പൊന്തിച്ചിട്ട് കേക്കൊന്നും മേടിക്കുന്നില്ല എന്നല്ല, ഇന്നിപ്പോൾ രാത്രിയാണ്, അതായത് 1-ാം തീയതി രാത്രി. അപ്പോൾ 2-ാം തീയതി കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അന്ന് നോക്കുമ്പോൾ മക്കളൊന്നും ഇല്ലായിരുന്നു, മക്കളെല്ലാം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് പോകുന്ന വഴിക്ക് ബേക്കറിയിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി, കുറച്ച് ബലൂൺസൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കസിനുണ്ട്, അവനോട് പറഞ്ഞിട്ട് ബലൂണൊക്കെ മേടിച്ചു. ഞാൻ വരുന്ന വഴിക്ക് ബേക്കറി കയറിയിട്ട് ഷീനിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി. അപ്പോൾ വന്നു കഴിഞ്ഞ് പിറ്റേന്നൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കി. കാരണം ഡ്രസ്സ് ഉണ്ടായിരുന്നു വാങ്ങിച്ചത്, ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ബലൂൺ ഊതുന്നതിന് മുന്നേ അതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാൻ ബലൂൺസൊക്കെ ഊതി നിറച്ചു. 10-50 ബലൂൺ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഊതി നിറച്ചു. ബലൂണെല്ലാം ഊതി നിറയ്ക്കുന്ന സമയം 12 മണിയാണ് കേട്ടോ. ഹസ്ബൻഡും 1 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. അപ്പോൾ പിന്നെ ആ സമയത്ത് വരെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ ബലൂണൊക്കെ പൊന്നിച്ച് നേരം കൂട്ടി. അപ്പോൾ അതാ ഞാൻ മേടിച്ച ചോക്ലേറ്റ്സ് ഇതാണ്. അപ്പോൾ ഈ ചെറിയ ചോക്ലേറ്റ്സ് ഞാൻ ഡാൻസിലെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഡെക്കറേഷനിൽ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ ചോക്ലേറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. എനിക്കറിയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ വ്യാവുമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. ജസ്റ്റ് ഒന്ന് റെഡ് ബലൂൺസ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പം തന്നെ വാതിൻ്റെ സൈഡിലോട്ട് ബലൂൺ കണ്ടിരുന്നു അറകത്ത് വന്നപ്പോൾ. അതുകൊണ്ട് സർപ്രൈസ് ചെറിയ രീതിയിൽ പൊളിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പൊളിഞ്ഞതായതുകൊണ്ട് പിന്നെ നമ്മൾ ആ ചോക്ലേറ്റ്സൊക്കെ പൊളിച്ചു, അപ്പുറം വായിലൊക്കെ വെച്ച് കൊടുത്തു. അവർക്ക് ഇഷ്ടം, ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. എനിക്ക് സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കിട്ടാറില്ല, എന്നാലും എനിക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് ഈ സർപ്രൈസിലൊന്നും വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. ഗിഫ്റ്റിനോടും അതിനോടൊന്നും ഇങ്ങനെ ബർത്ത്ഡേക്കൊന്ന് കേക്ക് അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഞാൻ എല്ലാ ബർത്ത്ഡേക്കും കഴിയുന്നതും കേക്കൊക്കെ ആക്കാറുണ്ട്. നമുക്ക് പണ്ട് കേക്കൊന്നും ഇല്ലെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ എപ്പോൾ അമ്മ വാങ്ങിത്തരുമായിരുന്നു, ഈ പിറന്നാളും ഓണം. അതുകൊണ്ട് അതെനിക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ ഹസ്ബൻഡ് ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഭക്ഷണം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിടക്കേന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. കിടക്കേന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള രീതിയല്ല. ഹസ്ബൻഡിന് കിടക്കയിലിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇന്നൊരു ദിവസം ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ നോക്കിയിട്ട് പൂച്ച സാറുണ്ടായിരുന്നു. ബലൂൺ ഉള്ളതുകൊണ്ട് സാറിനകത്ത് കയറാൻ പേടിയായതുകൊണ്ട് വാതിക്കൽ നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെയായിരുന്നു ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ സിസ്റ്റർക്ക് ഇട്ട് ഒരു പാര പണിയാൻ വേണ്ടി ഒരു എടുത്ത് വെച്ച വീഡിയോ ആണിത്. അതിൻ്റെ വോയിസ് ചെയ്യാൻ പക്ഷേ ഇതിനകത്ത് ഇടുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വന്നാലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മക്കൾ എൻ്റെ വീട്ടിലാണെന്നുള്ളത്. അപ്പോൾ മക്കളെ കൂട്ടാൻ പോകുന്നു. അപ്പോൾ ഏട്ടൻ്റെ ബ്രദറിൻ്റെ വകയാണ് കേക്ക്. അപ്പോൾ അവിടെ പോയി കേക്കൊക്കെ വാങ്ങിച്ചു. നമ്മൾ നേരെ എൻ്റെ വീട്ടിൽ പോയി മക്കളെ കൂട്ടി നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിൽക്കീസ് പോയി. ചിൽക്കീസ് തന്നെ ഞാൻ തോന്നും പേര് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ അവിടെ ഉച്ചക്കൊന്നും പോകുന്നത് വെറും നഷ്ടമാണെന്ന് ഞാൻ പറയും. കാരണം ഫുഡ് ഹെവി ഫുഡൊന്നുമില്ല. ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ അങ്ങനത്തെ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഈവനിങ്ങും പോയിട്ടുള്ള പരിചയമുള്ളായിരുന്നുള്ളൂ. അപ്പോൾ പോയി പണി കിട്ടി. നമ്മളെൻ്റെ ഒരു ബർഗറും പിസ്സയൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം ഉച്ചക്ക് ഭക്ഷണം ചോറ് കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ ബിരിയാണി കിട്ടാത്തതിൻ്റെ ഒരു സങ്കടത്തിലായതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല. അതിന് ശേഷം വീട്ടിൽ വന്നു. ഡാൻസിലെ ആൾക്കാരൊക്കെ ഉണ്ട്. കേക്കൊക്കെ ഇവിടെ നിന്ന് മുറിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് വന്നത്. ചില കാരണങ്ങളായി ഡാൻസ് ക്ലാസ് അന്ന് നടന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ മുറിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഈവനിങ് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിലാരും ഇല്ലായിരുന്നു, അമ്മയും അച്ഛനേ ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസ് ക്ലാസ്സിൽ ആരും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സിസ്റ്റർ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചാൽ കേക്ക് കൊടുത്തിട്ട്. അപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് പോകണം, അപ്പോഴേക്കും മകൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് സിസ്റ്ററെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കേക്ക് മുറിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി. നമ്മൾ ചെറിയൊരു ആഘോഷം, അങ്ങനെ വലിയൊരു പരിപാടിയൊന്നുമല്ല, ചെറിയൊരിത്. കയ്യിൽ നിന്ന് നമ്മൾ കേക്ക് മുറിക്കാൻ നോക്കലുണ്ട്. പിന്നെ അന്ന് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കിയില്ല, കാരണം വീട്ടിലാരും ഇല്ലായിരുന്നു. ഹസ്ബൻഡ്, അമ്മ, ഏച്ചീൻ്റെ വീട്ടിലാണ് ഉള്ളത്. അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചിട്ട് അച്ഛനങ്ങോട്ട് എടുത്തു. കാരണം അച്ഛന് കേക്ക് മുറിയിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വലുതായിട്ട് പങ്കെടുക്കാറില്ല. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് കേക്ക് മുറിച്ച് അച്ഛനും അങ്ങോട്ട് എടുത്തു. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് ആ ബലൂൺസ് എല്ലാം എങ്ങനെ പൊട്ടിക്കാമെന്നായിരുന്നു മക്കളെ തിടുക്കം. അവരത് പൊട്ടിച്ച് തീർത്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞാഘോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.